ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുത്തൻ പുതു വീഡിയോയിലേക്ക് സ്വാഗതം. ഇലക്ഷൻ്റെ ചൂടിലാണല്ലോ കേരള ജനത. ഇതിൽ തിരുവല്ലയിലെ വാർത്തയാണ് ഇപ്പോൾ തരംഗമായി മാറിക്കൊണ്ടിരിക്കുന്നത്. തിരുവല്ലയിൽ അടുത്തതായി ആര് ജയിക്കും എന്ന ചോദ്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. നിലവിൽ സിറ്റിംഗ് MLA ആയ മാത്യു ടി തോമസ് ആണോ, അതോ UDFൻ്റെ പ്രവർത്തകനായ വർഗീസ് മാമനാണോ, അതോ BJPക്ക് വേണ്ടിയുള്ള അനൂപ് ആൻ്റണിയാണോ എന്നതാണ് ചോദ്യം. മൂന്ന് പാർട്ടിക്കാരും തിരുവല്ലയിൽ ക്രിസ്ത്യാനിയെയാണ്, അതായത് ക്രിസ്ത്യൻ നാമധാരികളെയാണ് ഇലക്ഷന് നിർത്തിയിരിക്കുന്നത്. കൂടുതൽ വോട്ടർമാർ ക്രിസ്ത്യാനികളായതിനാൽ ക്രിസ്ത്യൻ നാമധാരികളായവരെ നിർത്തിയാൽ അവർ ജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മുൻകണ്ടുകൊണ്ടാണ് മൂന്ന് പാർട്ടിക്കാരും ക്രിസ്ത്യൻ നാമധാരികളെ മത്സരത്തിന് ഇറക്കിയിരിക്കുന്നത്. നിലവിൽ സിറ്റിംഗ് MLA ആയ മാത്യു ടി തോമസ് ജയിക്കാൻ സാധ്യത ഏറെയാണ്. എന്നാൽ ഇപ്പോൾ കിട്ടുന്ന സർവേ അനുസരിച്ച് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യത കുറവാണെന്നാണ് മീഡിയ വൺ പോലുള്ള ചാനലുകൾ പറയുന്നത്. വർഗീസ് മാമനും അനൂപ് ആൻ്റണിയും ജയിക്കാൻ സാധ്യതയുണ്ടെന്നുമാണ് തിരുവല്ലയിലെ സാധാരണ ജനങ്ങൾ പറയുന്നത്. നിരവധി തവണ തിരുവല്ലയിൽ നിന്ന് ജയിച്ച സ്ഥാനാർത്ഥിയാണ് മാത്യു ടി തോമസ്. അദ്ദേഹത്തിൻ്റെ സൗമ്യമായ സ്വഭാവവും വികസനങ്ങളും തിരുവല്ലക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്നും പറയുന്നു. ഇതാണ് നിങ്ങളുടെ അഭിപ്രായം. തിരുവല്ലയിൽ ഇത്തവണ ആരായിരിക്കും ജയിക്കുക? നിങ്ങളുടെ അഭിപ്രായം കമൻറ്റുകളായി അറിയിക്കുക. പുതുവാർത്തകൾ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.